ഇന്നലെ പെയ്ത ശക്തമായ മഴയിലും കാറ്റിലും കനത്ത നാശനഷ്ടമാണുണ്ടായത്. ഇടുക്കിയിൽ മരം കടപുഴകി വീണ് രണ്ടിടത്ത് ഗതാഗതം തടസ്സപ്പെട്ടു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാളറയ്ക്ക് സമീപം മരം റോഡിലേക്ക് പതിച്ചു. ഇതുവഴിയുള്ള ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു. സൂര്യനെല്ലി ബോഡിമെഡ് റോഡിൽ തിടീർ നഗറിലും വൻമരം കടപുഴകി വീണു. ചിന്നക്കനാൽ, സൂര്യനെല്ലി, ചെമ്പകത്തൊഴുക്കുടി, BL റാം, സിംഗുകണ്ടം മേഖലയിൽ നിന്നും ബോഡിമെഡ് ഭാഗത്തേക്കുള്ള ഗതാഗതവും തടസ്സപ്പെട്ടു. തൃശൂരിലും ഇന്നലെ രാത്രിയിലെ കാറ്റിലും മഴയിലും പരക്കെ നാശനഷ്ടങ്ങളുണ്ടായി. കുന്നംകുളം അടുപ്പുകുട്ടി ഉരുളിക്കുന്നിൽ മണ്ണിടിഞ്ഞു. 20ഓളം വീടുകൾ കനത്ത മണ്ണിടിച്ചിൽ ഭീഷണിയിലാണ്. കുന്നംകുളം അരി മാർക്കറ്റിൽ ഇരുമ്പ് മേൽക്കൂര തകർന്നു വീണു. വടക്കാഞ്ചേരി കാഞ്ഞിരക്കോട് ഓടുമേഞ്ഞ വീട് പൂർണ്ണമായും തകർന്നു. അത് രാത്രി ഒരു 3 മണിയൊക്കെ ഉണ്ടാവും. ഫ്രണ്ടിൽ വന്നിട്ട് ഞങ്ങൾ വാതിൽ തുറന്ന് നോക്കി, ഇവിടെ വല്ലതും വീടുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും കണ്ടില്ല. ബാക്കിലേക്ക് ഞങ്ങൾ പോയില്ല. അപ്പോൾ തൊട്ട വീട്ടിലെ ചേച്ചി വന്നിട്ട് വിളിച്ചേ ഞങ്ങൾ തന്നെ ബാക്കിലൊന്നും നോക്കാൻ പറഞ്ഞിട്ട്. അപ്പോഴാണ് ഞങ്ങൾ നോക്കിയത്. 20 അടിയോളം ഉയരത്തിൽ വീടുകൾക്ക് ഭീഷണിയായി നിൽക്കുന്ന മൺതിട്ട നീക്കം ചെയ്യണമെന്ന് വർഷങ്ങളായി പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നുണ്ടെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന പരാതിയുമുണ്ട്. ഉരുളിക്കുന്ന് സ്വദേശികളായ മണ്ടുമ്പാൽ ആലീസ്, ചാക്കോച്ചൻ, പ്രേമ എന്നിവരുടെ വീടിന് പുറകിലേക്കാണ് മണ്ണിടിഞ്ഞു വീണത്. മഴ കനത്താൽ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകുമോ എന്ന ഭയത്തിലാണ് പ്രദേശവാസികൾ. എറണാകുളം തട്ടാമ്പറമ്പിൽ ഇന്നലെ രാത്രി പെയ്ത മഴയിലും കാറ്റിലും മരം കടപുഴകി വീണ് നാശനഷ്ടം സംഭവിച്ചു. തട്ടാമ്പറമ്പ് സ്വദേശിയായ സുനിയുടെ വീട് ഭാഗികമായി നശിച്ചു. സംഭവമുണ്ടായത് പുലർച്ചെയായതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത്. ശക്തമായ മഴയും കാറ്റുമുണ്ടായാൽ വീട് പൂർണ്ണമായും നശിക്കുന്ന അവസ്ഥയാണ്. അവരൊക്കെ വന്ന് വെളുപ്പിനായി അവരൊക്കെ വന്നപ്പോഴത്തേനും ലൈനൊക്കെ പൊട്ടിയിട്ടുണ്ട് അവിടെ. അപ്പം അതുകൊണ്ട് ആളുകൾ ഇറങ്ങാതിരിക്കട്ടെ നിർത്ത് വിളിച്ചെല്ലാവരോടും പറഞ്ഞ്, പഞ്ചായത്തിൻ്റെ ആൾക്കാരോടും ലൈൻമാൻ അവരുടെയൊക്കെ പറഞ്ഞു. തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിന് മുകളിലേക്കും മരം കടപുഴകി വീണു. കാലവർഷം കരതൊടുന്നതിന് മുന്നേ ശക്തമായ നാശനഷ്ടങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ മഴ ശക്തിപ്പെട്ടാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ. വിവിധ ബ്യൂറോകൾക്കും ക്യാമറമാൻ അനീഷ് തോട്ടക്കാടിനുമൊപ്പം സ്നേഹാമോൾ നൈനാൻ, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.